ഭാരതത്തിലെ നിരപരാധികളായ സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ച പാകിസ്ഥാൻ ഭീകരർക്ക് ഭാരതം നൽകിയ തിരിച്ചടി ഇനി വിദ്യാർത്ഥികൾക്ക് പ്രചോദനമേകും. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള പ്രത്യേക മൊഡ്യൂൾ NCERT പുറത്തിറക്കി. 3ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായാണ് പ്രത്യേക മൊഡ്യൂൾ പുറത്തിറക്കിയിരിക്കുന്നത്. ശ്രുതി പ്രകാശ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശ്രുതി, ഈ അക്കാഡമിക് ഇയറിൽ തന്നെ ഇത് നടപ്പാക്കാനുള്ള പദ്ധതികളാണോ നടന്നു വരുന്നത്? മറ്റ് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, ഏപ്രിൽ 22-നാണ് പഹൽഗാമിൽ നിരപരാധികളായ 26 പേരുടെ ജീവൻ മതഭ്രാന്ത് പിടിച്ച് പാക് ഭീകരർ കൊന്നൊടുക്കിയത്. നിമിഷ നേരം കൊണ്ടായിരുന്നു അവിടെ ഒരു കൂട്ട നിലവിളി തന്നെ ഉയർന്നത്. ഇതിൻ്റെ 15ാം നാൾ, കൃത്യമായി പറഞ്ഞാൽ 15ാം നാൾ ഭാരതം കൃത്യമായ മറുപടി ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നൽകിയെന്ന് തന്നെ വേണം പറയാൻ. ഈ സൈനിക നടപടിയാണ് ഇനി 3ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾ പഠിക്കാൻ പോകുന്നത്. ഇതിൻ്റെ പ്രത്യേക NCERT തയ്യാറാക്കിയ പ്രത്യേക മൊഡ്യൂൾ, ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള പ്രത്യേക മൊഡ്യൂളാണ് 3ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾ പഠിക്കാൻ പോകുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ വെറും ഒരു സൈനിക നടപടിയല്ല, മറിച്ച് സമാധാനം സംരക്ഷിക്കുന്നതിനും പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ ഇരകളെ ബഹുമാനിക്കുന്നതിനുമുള്ള പ്രതിജ്ഞ കൂടിയാകുന്നു എന്ന രീതിയിലാണ് NCERT പ്രത്യേക മൊഡ്യൂൾ പുറത്തിറക്കിയിരിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പാകിസ്ഥാനുള്ള പങ്ക് പലപ്പോഴും നിഷേധിച്ചുവെങ്കിലും പാക് സൈന്യവും സർക്കാരും തന്നെയാണ് ഭീകരാക്രമണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നും ഈ പ്രത്യേക മൊഡ്യൂളിൽ പരാമർശിക്കുന്നുണ്ട്. കൂടാതെ നിരപരാധികളായ സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ച പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ സൂത്രധാരന്മാരെ വെറുതെ വിടില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പലപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തക്കതായ മറുപടി തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാന് നൽകിയത്. ഓപ്പറേഷൻ സിന്ദൂർ ധീരതയുടെയും ആദരവിൻ്റെയും ദൗത്യം എന്ന പേരിലാണ് 9 മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ പഠിക്കുന്ന മൊഡ്യൂൾ പുറത്തിറക്കിയിരിക്കുന്നത്. കൂടാതെ ഓപ്പറേഷൻ സിന്ദൂർ പോരാട്ടത്തിൻ്റെ വിജയഗാഥ എന്ന പേരിലാണ് 3ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾ ഈ പ്രത്യേക മൊഡ്യൂൾ പഠിക്കാൻ പോകുന്നത്. ദേവിക, ശരി. നാഷണൽ ഡെസ്കിൽ നിന്ന് സുദീപ് പ്രകാശാണ് വിവരങ്ങൾ നൽകിയത്.